കിഡു കാഴ്ച കേട്ടോ, ഒന്നും പറയാല്ല. നെജ്റാൾ ഒരു കേരളം പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. ഇത് കണ്ടല്ലേ, വാഴയും ചേമ്പും ഈത്തപ്പനയും പുല്ലും ഒക്കെ ആയിട്ട് അടിപൊളി കാഴ്ചയാണ്. നമുക്കൊന്നും ഇങ്ങനെ കറങ്ങിയിട്ട് വരാം അല്ലേ റഷീദെ? വെള്ളമൊക്കെ പൈപ്പിച്ച് അടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി. ഇതൊരു വല്ലാത്ത വൈബാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. നമ്മുടെ റഷീദിന്റെ കൂടെ നെജറാന്റെ പല ഭാഗത്തു കൂടെ ഒരു കറക്കം. പപ്പായ മരം വെട്ടി പകുതിയാക്കി വെച്ചിരിക്കുന്നു, വീണ്ടും കിളുത്തു വരുന്നു. പിന്നെ പലതരം കൃഷികൾ, നാട്ടിലെ വയല് പോലുള്ള ഒരു സ്ഥലം. ഈ മരുഭൂമിയിൽ ഇങ്ങനെയുള്ള ഒരു കൃഷിസ്ഥലം നെജറാലും അതുപോലെ തന്നെ സൗദിയുടെ പല സ്ഥലത്തും ഇതുപോലെയുണ്ട്. ഇതൊക്കെ നമ്മളെ ഇന്ത്യക്കാരും ബംഗാളികളൊക്കെ പോലെയുള്ള ആളുകൾ വന്ന് കൃഷി ചെയ്തുണ്ടാക്കിയ സ്ഥലം. ഉണ്ടാക്കിയ ആളും ഇവിടെ തന്നെ ഉണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നമുക്കൊന്ന് നടന്ന് കറങ്ങി കാണുകയും ചെയ്യാം കേട്ടോ. कितना साल है मजरा में काम कर रहे हैं? 6 साल। 6 साल है। आप किधर का? हम बांग्लादेश का। बांग्लादेश। क्या क्या इधर कर रहे हो? ये सब्जी करता हूँ। सब्जी है, बनाना है, वो ऐसा खुदार बगर है, वेजिटेबल है, वेजिटेबल। फिर अभी घास का माजरा है। हाँ, वो शास्त्रा पटा है, शास्त्रा पटा नहीं, सजना है, सजना उधर है। जैसे पूरा अपना गाँव का जैसा। हम हम लोग जैसे इधर आया गन्ना गन्ना है, हम लोग इधर आया जैसे गाँव का फील है। नहीं, हम बनाया गाँव का तरीका। अच्छा, ऐसा नहीं था, ऐसा नहीं था। अच्छा, ഇതൊക്കെ ഉണ്ടാക്കിയ ആളായി നിൽക്കുന്നത് കണ്ടോ. ഓരോ നാട്ടില് വന്നു हम बनाया गन्ना, हम लेके आया दे ഈ बांग्लादेश വാഴയും കൃഷിയും ഒക്കെ ഇവിടെ ഭൂമിയിൽ ഈ നെജറാൽ ഇതേപോലത്തെ ഭൂമിയിൽ का। ഉണ്ടാക്കിയ ആള് ഇയാളാണ്, ബംഗ്ലാദേശിയാണ്. ക്യാ നാം ആപ്കാ? अबुल हसन। ആബുൽ ഹസൻ. ശുക്രിയ ഭായ്. ചേമ്പാണ് ഈ കാണുന്നത്, ഇതുപോലെ ചേമ്പ്. ഈത്തപ്പന അത് അങ്ങനെ കൊലച്ചിട്ട് വരികയാണ്. എന്താ നെജ്റാൻ ട്രിപ്പ് ശരിക്കും ഇതുപോലുള്ള സ്ഥലം. ഇത് സൗദി അറേബ്യ ആണെന്ന് ആരെങ്കിലും പറയോ? നെജ്റാനാണിത്, നെജ്റാൻ. പച്ചപ്പ് എപ്പോഴും ഒരു ഭംഗിയും ഒരു കൗതുകവും ഒരു സുഖവും അല്ലേ? പച്ചപ്പ് ഇത് കണ്ടപ്പോൾ നിങ്ങള് ഈ ഒരു ഇത് കാണുമ്പോണ്ടല്ലോ, ഒരു വല്ലാത്തൊരു ഫീലല്ലേ റഷീദ്? ഇത് സത്യം പറയാം അല്ലേ, എന്തൊരു സുഖമാണ്. നമ്മള് പറയാനുള്ള എന്താ അറിയോ, സമയം കിട്ടുമ്പോ സുഹൃത്ത് അവിടെ ഇവിടെ നോക്കി ഉണങ്ങാൻ നിൽക്കണ്ട, പച്ചവെള്ളം എടുത്ത് നിന്നോ. നാട്ടിലല്ല, ഇവിടെ ഗൾഫിലായി പറയണേ. എന്നാൽ പിന്നെ ഇവിടെ കൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ മത്തനും ചേമ്പും വാഴയും കൃഷിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെയാണ് ചില യാത്രയിൽ കിട്ടുന്ന നമുക്ക് രസകരമായ കാഴ്ചകൾ, ചെറിയ സുഖവും സന്തോഷമൊക്കെ തരും. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.